ഹായ് ഹലോ. റോസുകളെ കുറിച്ച് പഠിക്കാൻ ഇറങ്ങുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ, റോസുകളുടെ ലോകം ചെറുതല്ല, വലുതാണ്. അതെ, ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എന്താണെന്നറിയാവോ? ഒരു റോസ് പൂത്താൽ വെറും പൂവായി നിൽക്കുന്ന ഒരു റോസ് അല്ല, ഒരു പഴയ യൂറോപ്യൻ പെയിൻറ്റിങ് പോലെ തോന്നിക്കുന്ന ഒരു റോസാണ്. അപ്പോൾ നോക്കുന്നവരുടെ കണ്ണിൽ അത് കുടുങ്ങിപ്പോകുന്ന ഒരു റോസ്. അതെ, ആ റോസിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് മൈ ഹാർട്ട് എന്നർത്ഥം വരുന്ന ജാപ്പനീസ് ലക്ഷറി ഗാർഡൻ റോസ് കാറ്റഗറിയിലെ ഒരു അതിപ്രശസ്ത സുന്ദരിയാണ്. പേരെന്താണെന്ന് മനസ്സിലായോ? അതെ, ജാപ്പനീസ് മോൺകോർ റോസ്. അതെ, അടിപൊളിയാണ്. ഈ റോസിൻ്റെ പെറ്റൽസ് നോക്കുമ്പോഴുണ്ടല്ലോ, ഒരു പൂവിനുള്ളിൽ മറ്റൊരു പൂവ് വിരിയുന്നത് പോലെ തോന്നും. നോക്കിക്കേ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? എനിക്കങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ലോകമെമ്പാടുമുള്ള റോസ് ലവേഴ്സ് തേടുന്നൊരു റോസാണ് കേട്ടോ ഇത്. എന്തുകൊണ്ടാണ് ഈ ലോകമെമ്പാടുമുള്ള റോസ് കളക്ടേഴ്സ് ഈ റോസിനെ തേടുന്നതെന്ന് അറിയാമോ? എന്തുകൊണ്ടാണ് ജാപ്പനീസ് റോസസ് ഇന്ന് പ്രീമിയം കാറ്റഗറിയിൽ വരുന്നത് എന്ന് അറിയാമോ? ശരിക്കും എന്താണ് ഈ മോൺകോർ റോസിൻ്റെ പ്രത്യേകത എന്നുള്ളത് അറിയാമോ? അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. സാധാരണയായിട്ടുണ്ടല്ലോ, നമ്മൾ കാണുന്ന പല റോസുകളും യൂറോപ്യൻ ബ്രീഡിംഗ് ലൈൻസിൽ നിന്ന് വരുന്നതാണ്. അതെ, കൂടുതലും യൂറോപ്യൻ ബ്രീഡേഴ്സ് ചെയ്ത് വരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലോകമെമ്പാടും ഗാർഡൻ ലവേഴ്സിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ജാപ്പനീസ് റോസസ് ആണ്. അതെ, ജപ്പാൻകാർ ചെയ്തു തരുന്ന റോസസ് ആണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ജപ്പനീസ് ബ്രീഡേഴ്സ് ഉണ്ടല്ലോ, ഒരു റോസിനെ വെറും ഒരു ഫ്ലവറായിട്ട് കാണുന്നില്ല. ശരിക്കും അവർക്ക് റോസ് എന്നത് ഒരു ആർട്ടാണ്. അവർ ഓരോ റോസ് ബ്രീഡ് ചെയ്തെടുക്കുന്നതും ഒരു ആർട്ട് ചെയ്യുന്നത് പോലെയാണ്. കളർ ബ്ലെൻഡിങ് അതിൽ വരുന്നുണ്ട്, പെറ്റൽ അറേഞ്ച്മെൻറ്റ്സ് നോക്കുന്നുണ്ട്, ബ്ലൂം ഓപ്പണിംഗ് സ്റ്റൈൽ നോക്കുന്നുണ്ട്, ഫ്രാഗ്രൻസ് നോക്കുന്നുണ്ട്. ഇവന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവറിൻ്റെ എന്താ പറയുക, ഏജിങ് ലുക്ക് വരെ അവർ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ജാപ്പനീസ് റോസിന് ഒരു ഡ്രീമി ലുക്ക് തന്നെ ഉണ്ടാവുന്നത്. ശരിക്കും ഈ ഒരു റോസ് ജാപ്പനീസ് ബ്രീഡേഴ്സ് ചെയ്തെടുത്തൊരു റോസാണ്. അതെ, അപ്പോൾ ഇതിന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു മോർണിംഗ് സൺലൈറ്റിലുണ്ടല്ലോ, ഇതൊരു വാട്ടർ കളർ പെയിൻറ്റിങ് പോലെ നമുക്ക് തോന്നിക്കും. അല്ലെങ്കിൽ ഉച്ച സമയത്ത് വേറൊരു പ്രത്യേക രീതിയിൽ ഇതിന് തോന്നിക്കും. ശരിക്കും ഓരോ ടൈമിലും ഓരോ മൂഡും ഓരോ ലുക്കുമാണ് ഈ ഒരു റോസിനുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് മിക്ക ലക്ഷറി ഗാർഡൻസും ഈ ജാപ്പനീസ് മോൺകോർ റോസിനെ തേടുന്നുണ്ട്. കാര്യം അത്രയും പ്രീമിയം ലുക്ക് കൊടുക്കുന്നൊരു റോസാണിത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ ജാപ്പനീസ് റോസ് വെറൈറ്റീസിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മളെയൊക്കെ അട്രാക്റ്റ് ചെയ്ത ഒരു ഫേമസ് വെറൈറ്റിയാണ് നമ്മുടെ ഈ മോൺകൂർ എന്നുള്ളത്. അപ്പോൾ മോൺകൂർ എന്നുള്ളത് ഒരു ഫ്രഞ്ച് വേർഡാണ് കേട്ടോ. ഇതിൻ്റെ മീനിങ് വരുന്നത് മൈ ഹേർട്ട് എന്നാണ്. അതെ, അപ്പോൾ നമുക്കിതിനെ മലയാളത്തിൽ മൈ ഹേർട്ട് റോസ് എന്ന് വിളിക്കാം. മലയാളത്തിലല്ല, ഇംഗ്ലീഷിൽ പറയുമ്പോൾ മൈ ഹേർട്ട് എന്ന് പറയും. എൻ്റെ ഹൃദയത്തിൻ്റെ റോസ് എന്നൊക്കെ പച്ച മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ? അതെ, പേര് പോലെ തന്നെയാണ് ഈ റോസ് കാണുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ് റൊമാൻറ്റിക് ഫീല് കിട്ടുന്നൊരു റോസാണ് അല്ലേ? നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? നോക്കിയേ, ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള അട്രാക്ഷൻ എന്താണെന്നറിയാമോ? ശരിക്കും ഇതിൻ്റെ ബ്ലൂം സ്ട്രക്ചർ തന്നെയാണ്. നിങ്ങൾക്ക് നോക്കാം, ഇത് ഫ്ലവർ ഫുള്ളി ഓപ്പൺ ആകുമ്പോഴുണ്ടല്ലോ, വലിയൊരു പിയോണി ഫ്ലവർ പോലെയോ ഒരു ഇംഗ്ലീഷ് ക്യാബേജ് റോസ് പോലെയോ ഒക്കെ ഇങ്ങനെ നിൽക്കും. അത്രയും വലിപ്പത്തിൽ വരുന്ന റോസാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ പെറ്റൽസ് വന്നിട്ട് ലെയർ ബൈ ലെയറായി ഓപ്പണായി വരികയാണ് ചെയ്യുന്നത്. അടിപൊളിയാണ് കേട്ടോ. സെൻറ്റർ ഭാഗത്തുണ്ടല്ലോ ഡീപ്പ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ഔട്ടർ പെറ്റൽസ് എല്ലാം തന്നെ ഒരു സോഫ്റ്റ് ക്രീമി ബ്ലഷ് പിങ്കാണ് വരുന്നത്. ശരിക്കും ഈ കളർ ട്രാൻസിഷൻ തന്നെയാണ് ഇതിന് പ്രീമിയം ലുക്ക് നൽകുന്നത്. കൂടാതെ ഫ്ലവർ സൈസ്, അതെ, ശരിക്കും ഒരു ബ്ലൂം നന്നായിട്ട് പരിചരിക്കുന്ന ഒരു റോസ് ആണെങ്കിൽ, നന്നായിട്ട് കെയർ കൊടുത്ത് നമ്മൾ വളർത്തി ആവശ്യത്തിന് സൂര്യപ്രകാശവും വെള്ളവും വളവും ഒക്കെ കൊടുത്ത് വളർത്തുന്ന ഒരു റോസ് ആണെങ്കിൽ, ഒരു റോസാപ്പൂ വിരിയുമ്പോൾ അത് നമ്മുടെ കൈ നിറഞ്ഞു നിൽക്കും. അത്രയും രസമുള്ള ഒരു റോസാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഇതിനെ ശരിക്കും വെഡ്ഡിങ് ഗാർഡൻസിലും എന്താ പറയുക, വീഡിയോ ഷൂട്ടിനും ഒക്കെ ഈ റോസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മോൺകോർ റോസിനെ മറ്റ് റോസുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഒന്ന്, ഇതിൻ്റെ ബ്ലൂം സ്ട്രക്ചറാണ്. അതെ, ഈ ഒരു ഫ്ലവർ കണ്ടാൽ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണോ എന്ന് പലർക്കും ഒരു സംശയം തോന്നും. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ആദ്യം? അതെ, കാരണം പെറ്റൽസ് വളരെ ഡെൻസ്ലി പാക്ഡാണ്. ശരിക്കും അത്രയും ഭംഗിയുള്ളതാണ് കേട്ടോ ഇത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ,
ഇതിൻ്റെ ഫ്ലവർ ഓപ്പണിംഗ് സ്റ്റൈലാണ്. ശരിക്കും ബഡ് സ്റ്റേജ് മുതൽ തന്നെ ഇത് ഫുള്ളായിട്ട് ബ്ലൂം ചെയ്യുന്നത് വരെ, നമ്മൾ ബഡ് തുടങ്ങി ഇത് ഫുള്ളായിട്ട് ബ്ലൂം ചെയ്യുന്നത് വരെ ഓരോ സ്റ്റേജും ഇതിൻ്റെ ബ്യൂട്ടിഫുള്ളാണ്. ചില റോസസ് ഉണ്ടല്ലോ ഫുൾ ബ്ലൂം ആയിക്കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടി കുറയും. പക്ഷേ മോൺകൂറിൽ ഫുൾ ബ്ലൂം സ്റ്റേജാണ് ഏറ്റവും റോയൽ ലുക്ക് നൽകുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു റൊമാൻറ്റിക് വിൻറ്റേജ് അപ്പിയറൻസ് ഈ റോസിനുണ്ട്. ഇന്നത്തെ മോഡേൺ ഗാർഡൻസിലുണ്ടല്ലോ ആളുകളൊക്കെ ഓൾഡ് ഇംഗ്ലീഷ് ഫീൽ റോസ് അങ്ങനെയുള്ള റോസുകൾ നോക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ റോസ് അടിപൊളി പെർഫെക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നൊരു റോസാണ്. ഇനി അടുത്തത്, സാധാരണ നഴ്സറികളിൽ എല്ലായ്പ്പോഴും കിട്ടുന്നൊരു വെറൈറ്റി അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഈ റോസ് ലവേഴ്സും റോസ് കളക്ടേഴ്സും ഒക്കെ ഇതിനെ ഭയങ്കരമായിട്ട് ആവശ്യപ്പെടുന്ന, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റോസാണിത്. ശരിക്കും നിങ്ങൾ റോസ് ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോസ് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഗാർഡനിൽ ഉറപ്പായിട്ടും ഉണ്ടാവേണ്ട ഒരു റോസാണ് കേട്ടോ ഇത്. അപ്പോൾ ശരിക്കും നമുക്കിപ്പോൾ ഇതിൻ്റെ പൂക്കളോട് കൂടിയ പൂക്കൾ വന്നു തുടങ്ങിയ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള തൈകൾ തന്നെ വിൽപ്പനയ്ക്കായിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഡയറക്റ്റോ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏറ്റവും വൈറലാവുന്ന റോസുകൾ ഏതെന്ന് ചോദിച്ചാൽ അത് ജാപ്പനീസ് മോൺകൂർ റോസ് തന്നെയാണ്. അത്രയും ഭംഗിയാണ്. കാരണം ഒരു മാജിക് ലുക്കാണല്ലേ ഇതിനുള്ളത്. നിങ്ങൾക്ക് തന്നെ കാണാം, ഒരു മാജിക് ലുക്കാണ്. ഒരു പെറ്റൽസ് ഗ്ലോ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി റോസാണ്. അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു റോസാണ് കേട്ടോ. നമുക്കിപ്പോൾ ഒത്തിരി പേര്, എനിക്ക് തോന്നുന്നു റോസ് ലവേഴ്സ് മിക്കവരും നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഈ റോസ് മേടിച്ചിട്ടുണ്ട്. നമുക്ക് 500ഓളം പീസസ് ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഈ വളരെ കുറവ് പീസസേ നമുക്കിനി ബാലൻസ് ഉള്ളൂ. മാക്സിമം നമ്മുടെ ഗാർഡനിൽ വേണ്ടുന്ന ഒരു റോസ് തന്നെയാണ്. റോസ് ലവേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും മേടിച്ച് വെക്കേണ്ട ഒരു റോസ് തന്നെയാണിത്. സാധാരണ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ഇംഗ്ലീഷ് റോസുകളൊക്കെ കൂടുതൽ പ്ലെയിൻ റെഡ്, പ്ലെയിൻ യെല്ലോ അങ്ങനെയൊക്കെയാണ് കളേഴ്സ്, ബ്രീഡേഴ്സ് കളേഴ്സ് മിക്സ് ചെയ്ത് വരുന്നത്. പക്ഷേ ഇതിൽ ഈ ജാപ്പനീസ് റോസസ് വരുന്നത് ഒരു സോഫ്റ്റ് പിങ്ക്, ക്രീം, പീച്ച് അങ്ങനെയുള്ള ഷെയ്ഡുകളാണ് കൂടുതലായിട്ടും ഇങ്ങനെ മിക്സ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് ഫ്ലവറിന് ഇത്രയും ഡെപ്ത് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മോൺകൂർ പോലുള്ള ഈ പ്രീമിയം റോസസ് വളർത്തുമ്പോഴുണ്ടല്ലോ വളരെ വളരെ നമുക്ക് മനസ്സമാധാനം കിട്ടുമെന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര രസമാണ്, ഒരു ഭയങ്കര മനസ്സന്തോഷം കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡനിലേക്കുള്ള പെർഫെക്റ്റ് റോസാണിത്. പ്രോപ്പർ സൺലൈറ്റും നല്ല എയർ ഫ്ലോയും നല്ല ബാലൻസ്ഡ് ഫീഡിങ്ങും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, കറക്റ്റ് പ്രൂണിങ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാനാവാത്ത തരത്തിലുള്ള പൂക്കൾ തരുന്ന അടിപൊളി ഒരു റോസാണിത്. എനിക്ക് ശരിക്കറിയാം, ഒരു റോസ് ഗാർഡൻ എന്നത് വെറും ഒരു ഗാർഡനിങ് അല്ല, അതൊരു ഫീലിംഗ് ആണ്. പലർക്കും സ്ട്രെസ് റിലീഫാണ്, പലർക്കും ഹാപ്പിനെസ് ആണ്, പലർക്കും ഒരു ഡ്രീം ഗാർഡനാണ് അല്ലേ. അങ്ങനെ ഒരു ഡ്രീം ഗാർഡനിൽ ആളുകൾ ഫസ്റ്റ് ചൂസ് ചെയ്യുന്ന ഒരു റോസിലൊന്നാണ് നമ്മുടെ ഈ മോൺകൂർ റോസ് എന്ന് പറയുന്നത്. അപ്പോൾ വാങ്ങിക്കല്ലേ മോൺകൂർ റോസ്. ഇല്ലാത്തവർ പെട്ടെന്ന് മേടിച്ച് വെച്ചോളൂ, എപ്പോഴും കിട്ടുന്ന ഒരു റോസ് അല്ല. അപ്പോൾ ജാപ്പനീസ് മോൺകൂർ റോസിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ആയെന്ന് കരുതുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ ഗാർഡനിൽ പ്രീമിയം ജാപ്പനീസ് റോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിലോട്ട് വന്നോളൂ. അപ്പോൾ ഇതുപോലുള്ള റെയർ പ്ലാന്റിൻ്റെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.